നഗ്നമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വോട്ടിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥ. ഇത് വ്യക്തമായി തെളിയിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാം. ഇത് തെളിയിക്കാൻ ഉത്തർപ്രദേശിലെ ഒരു അസംബ്ലി ബൈ ഇലക്ഷൻ ഫലവും മഹാരാഷ്ട്രയിലെ ഒരു ലോക്സഭാ ഇലക്ഷൻ ഫലവുമാണ് ഇവിടെ അവലോകനം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിവേകവും വിവരവും സംസ്കാരവും ഉള്ളവരായി മാറുന്നതുവരെ നമ്മുടെ ഈ പോരാട്ടം തുടരും. അതിനുവേണ്ടി വീഡിയോകൾ കഴിയുന്നത് മുഴുവനായി കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കഴിയുന്ന എല്ലാ ആളുകളിലേക്കും വീഡിയോകൾ ഷെയർ ചെയ്യുകയും ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ഉത്തർപ്രദേശിലെ കുന്താർക്കി അസംബ്ലി മണ്ഡലത്തിലെ ബൈ ഇലക്ഷന്റെ ഫലം അവലോകനം ചെയ്യാം. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കുന്താർക്കി. ഇവിടുത്തെ ജനങ്ങളിൽ 60% പേരും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. 1993 BJP അവസാനമായി ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. 31 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ജാതിയോ മതമോ നിറമോ ലിംഗമോ നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളിൽ വലിയ ഭൂരിപക്ഷം ആൾക്കാരും സമാജ്വാദി പാർട്ടിക്കാരാണ്. മുഹമ്മദ് റിസ്വാൻ എന്ന ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയത് വെറും 26,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. ഇവിടെ വിജയിച്ച BJPയുടെ റാംവീർ സിംഗിന്റെ ഭൂരിപക്ഷം 1,45,000-ഓളം. 1,70,000-ലധികം വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ വ്യക്തമായല്ലോ, വലിയ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, വെറും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിൽ EVM അട്ടിമറി BJP നടത്തുന്നത്. 60%-ലധികം മുസ്ലിങ്ങളുള്ള സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ വെറും 25,000-ഓളം വോട്ടുകൾ മാത്രം അവരുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും 1,45,000-ലധികം ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടുകളുടെ 77%-ഓളം BJP സ്ഥാനാർത്ഥിക്ക്. ഇവിടെ 2022-ലെ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് 1,26,000-ഓളം വോട്ടുകൾ 46%-ലധികം ലഭിച്ച സ്ഥാനത്താണ് ഇത്. നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായല്ലോ. അടുത്തത് മഹാരാഷ്ട്രയിലെ നാന്ദേഡ് ലോക്സഭയിലേക്ക് നടന്ന ബൈ ഇലക്ഷൻ ഫലമാണ്. അവിടെ വെറും 1,457 വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി രവീന്ദ്ര വസന്തറാവ് ചവാൻ വിജയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനത്താണ് ഇത്. എന്നാൽ അവിടുത്തെ അത്ഭുതം ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലേതാണ്. ഇവിടെ ഈ 6 മണ്ഡലങ്ങളും BJPയാണ് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചത്. ഒരേ സമയത്ത് നടന്ന ഇലക്ഷനിലാണ് ഇത് എന്ന് ഓർക്കണം. പാർലമെന്റിൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. എന്നാൽ ഇതിന് കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ മാർജിനിലാണ് BJP വിജയിക്കുന്നത്. കോൺഗ്രസിന്റെ MP സ്ഥാനാർത്ഥിക്ക് 5,86,788 പേർ വോട്ട് ചെയ്യുകയും BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് 5,85,331 ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്ത അതേ തിരഞ്ഞെടുപ്പിൽ ഓരോ അസംബ്ലിയിലും കോൺഗ്രസിനും BJPക്കും ലഭിച്ച വോട്ടുകൾ കണ്ടോ? ബൊക്കാറിൽ 51,000-ലധികം ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. നാന്ദേഡ് നോർത്തിൽ 4,000 ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. നാന്ദേഡ് സൗത്തിൽ 2,000 ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. നൈഗാവിൽ 48,000 അധികം ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. ദഗ്ലൂറിൽ 43,000 അധികം ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. മുഖേഡിൽ 38,000-ൽ അധികം ആളുകൾ BJPക്ക് അധികമായി വോട്ട് ചെയ്തു. അങ്ങനെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കൂടുമ്പോൾ ലോക്സഭയിൽ 5,86,000-ലധികം വോട്ടുകൾ ലഭിച്ച കോൺഗ്രസിന് ലഭിച്ചത് വെറും 4,27,000-ൽ പരം വോട്ടുകൾ മാത്രമാണ്. BJPക്ക് ആകട്ടെ 6,12,000-ലധികവും. ഇത് ഒരേ സമയത്ത് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടുകളാണ് എന്ന് ഓർക്കണം. ഇത്രയും അധികം ആളുകൾ നിയമസഭയിൽ മാത്രം BJPക്ക് അധികമായി വോട്ട് ചെയ്യുകയും പാർലമെന്റിൽ അതേസമയം തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാവും? നഗ്നമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി അല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക? 2 സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പിന്നെയും വിചാരിക്കാം. ഇത് ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ ചെന്ന് പാർലമെന്റിലേക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും അതേ കൈകൊണ്ട് അതേസമയം നിയമസഭയിലേക്ക് ഇത്രയധികമായി BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ സംഘിബുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇപ്പോൾ നോൺ ബയോളജിക്കൽ ഇന്ത്യയിലെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ 2 മണ്ഡലങ്ങളിലെ ഫലം അവലോകനം ചെയ്യുമ്പോൾ തോന്നുന്നത്, 80% ആളുകൾ എങ്കിലും BJPക്കെതിരെ വോട്ട് ചെയ്താൽ മാത്രമേ പ്രതിപക്ഷത്തിന് വിജയസാധ്യതയുള്ളൂ എന്നാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? 60% മുസ്ലിങ്ങളുള്ള സമാജ്വാദി പാർട്ടിയുടെ കരുത്തുറ്റ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി 77% വോട്ടുകൾ നേടുകയും സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വെറും 11% വോട്ടുകൾ മാത്രം ലഭിക്കുകയും എന്ന് പറഞ്ഞാൽ, അതുപോലെ ഒരേ സമയം ലോക്സഭയിൽ കോൺഗ്രസിനും നിയമസഭയിൽ വളരെയധികമായി BJPക്കും ഒരേ വോട്ടർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?